ഹായ് നമസ്കാരം. അങ്ങനെ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യത്തെ പുലരി വന്നെത്തി. അതാണല്ലോ ഇന്ന് ചിങ്ങം 1. കർക്കിടകത്തിൻ്റെ ആ കാർമേഘങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട്, അതായത് എന്തൊരു മഴയായിരുന്നു അല്ലേ, എന്തെല്ലാം സംഭവിച്ചു. ഒരു ചെറിയ ഫ്ലഡ് ആ 2018 പോലെയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായി. പല ദുരിതങ്ങളും വന്നു. പലരും അത് ഫേസ് ചെയ്തു. എല്ലാം ഓവർകം ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ഈ ചിങ്ങം ഇന്ന് ഓടിയെത്തിയിരിക്കുന്നത് അല്ലേ. എല്ലാവർക്കും ഈ ചിങ്ങത്തിൻ്റെ പുലരിയിൽ പുതുവർഷ ആശംസകളും. എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളറിയാതെ തന്നെ വന്നു ചേരും അല്ലേ. എന്ന് പറയുന്ന പോലെ ഞാൻ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ പോയെങ്കിലും, അല്ലെങ്കിൽ സ്കൂളിലേക്കൊന്നും കുറച്ച് ദൂരവും ട്രാഫിക്കും ഒക്കെ കൊണ്ട് ഞാൻ ജോയിൻ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എനിക്കും തോന്നി അതെല്ലാം കോയമ്പത്തൂരിനും പോയി വരണം. അപ്പം ഒരു ഡിസ്റ്റർബൻസും ഒക്കെ എല്ലാം നമ്മുടെ പ്രൊഫഷനെ അത് ബാധിക്കുകയും ചെയ്യുമല്ലോ. നമ്മളുടെ യാത്രകളോ, നമുക്ക് കേരളത്തിൽ പോകണം അല്ലെങ്കിൽ കോയമ്പത്തൂർ മോളുടെ അടുത്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ എന്ന്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് അച്ചാറിൻ്റെ ഇങ്ങനെ നോക്കിയത്. അങ്ങനെ ഞാൻ മാങ്ങാച്ചാറും ലെമണിൻ്റെ പിക്കിളും സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിച്ച് ഞാനും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കി. അതിന് ഞാനും മക്കളും ഒക്കെ കൂടിയിട്ട് പേരുമൊക്കെ നിർദ്ദേശിച്ചു. അങ്ങനെ നിലവറ എന്നുള്ള പേരിൽ നമ്മൾ ഒരു ചെറിയ ഒത്തൻറ്റിക് ഫുഡ്സ്, കേരള ട്രഡീഷണൽ ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇപ്പോൾ പിക്കിൾസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറച്ച് ഈ ഉടനെ തന്നെ ചിപ്സും മറ്റുള്ള അതുപോലുള്ള ഇഡ്ഡലി ചട്നി പൗഡർ, പിന്നെ തലയിൽ തേക്കുന്ന എണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി നല്ലൊരു ബ്രാൻഡായിട്ട് വളർത്തിയെടുക്കണം. നല്ല ഹൈജീനിക്കും നല്ല വിശ്വാസ്യതയും ഉള്ള ഒരു ബ്രാൻഡായിട്ട് വളർത്തിയെടുക്കണമെന്ന് ഞാൻ കരുതുന്നു. അത് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാകണം. അതുപോലെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ഉണ്ടാവണം. പ്രാർത്ഥനയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ബാംഗ്ലൂരാണ്. അപ്പോൾ ഈ സമീപ പ്രദേശത്ത് ഇത് വലിയ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ശോഭ ഡ്രീം ഗാർഡൻ എന്ന് പറഞ്ഞാൽ വലിയൊരു അപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ കുറേ ബ്ലോഗ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ആദ്യത്തേത് ഞാൻ ഇവിടെ തന്നെ കൊടുത്തു. ഇന്നലെ സ്റ്റാർട്ടാക്കി ഞാൻ. അപ്പം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാനിത് ഔദ്യോഗികമായിട്ട് ഒന്ന് പറയുകയാണ്. ഇതിങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ് എന്ന്. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.